ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSC നടത്തുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാം, ഇലക്ട്രോണിക്സിന്റെ എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എക്സാം എഴുതിയ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് എക്സാമിന്റെ റിവ്യൂസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ എക്സാമിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഓരോ മൊഡ്യൂൾ വൈസ് എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ മൊഡ്യൂൾ 1ന്റെ കേസ് പറയുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ള, അതായത് PYQസിലൊക്കെ ചോദിച്ചിട്ടുള്ള അതേ മോഡലിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൊഡ്യൂൾ 1ൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം ഈസി ആയിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ എന്നാൽ ഈസി ആണെങ്കിൽ തന്നെയും അത്യാവശ്യം പ്രോബ്ലംസ്, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫിഗർ ബേസ്ഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസിയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൊഡ്യൂൾ 2ൽ നിന്നുള്ളത്. മൊഡ്യൂൾ 3 ഡിജിറ്റലിന്റെ കേസ് പറയുവാണെങ്കിൽ മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. എങ്കിൽ തന്നെ നമ്മൾ ആ ടോപ്പിക്കിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ച കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൺവേർഷൻസ് ഒക്കെ നമ്മൾ സ്ഥിരം പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ അതൊന്നും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ മൊഡ്യൂൾ 4ന്റെ കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 4ൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഡീപ്പായിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ ഡീപ്പായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ അത്രയും ഡീപ്ലി ആ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പറയാൻ സാധിച്ചത്. ഇപ്പോൾ ഓവറോൾ ഒന്ന് നോക്കിയിട്ട് പോയ ഒരാൾക്ക് ചിലപ്പോൾ അത് ടഫ് ആയിരിക്കാം, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഡീപ്പായിട്ട് പഠിച്ച ഒരാൾക്ക് 4th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസും ആൻസറബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ സിഗ്നൽസിന്റെ കേസ് നോക്കുവാണെങ്കിൽ സിഗ്നൽസിൽ നിന്ന് ബേസിക് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ ബേസിക് കൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു സിഗ്നൽസിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എന്നാൽ അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻസും ആ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരുന്നു. അപ്പം പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞൊരു കംപ്ലൈന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൊഡ്യൂൾ 6ന്റെയും മൊഡ്യൂൾ 7ന്റെയും കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതേപോലെ മൊഡ്യൂൾ 7ൽ നിന്ന് കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്ത് നിന്ന് പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുന്നൊരു ചാൻസ് കൂടുതലാണ്. അപ്പം സ്റ്റുഡൻസ് പറഞ്ഞതനുസരിച്ച് ഇപ്പം മൊഡ്യൂൾസിന് ആ 2 മൊഡ്യൂൾസിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ 2 ഓപ്ഷൻസ് സിമിലർ ആയിട്ട് തോന്നാം. അപ്പം നമുക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അപ്പം അങ്ങനെ നമ്മൾ ഒന്ന് ചൂസ് ചെയ്ത് അത് ചിലപ്പോൾ ഒരു നെഗറ്റീവ് മാർക്കിങ്ങിലേക്കുള്ള ഒരു ചാൻസസ് അവിടെ കൂടുതലാണ്. അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ കറക്റ്റായിട്ട് തിയറംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ തിയറംസിന്റെ ഒക്കെ കറക്റ്റ് പോയിന്റ്സ് ഓർത്തിരിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അതൊക്കെ ടഫായിട്ട് തോന്നാം. മൊഡ്യൂൾ 8ന്റെ കേസ് പറയുവാണെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൊഡ്യൂൾ 8ൽ നിന്ന് വന്നത്. അപ്പം അത്രയും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തവർക്കൊക്കെ ആ ഒരു മൊഡ്യൂൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. മൊഡ്യൂൾ 9ൽ നിന്നായാലും പവർ സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ആയാലും അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. അപ്പം ഒരു 60-65 റേഞ്ചിലാണ് ഒട്ടുമിക്ക സ്റ്റുഡൻസ് നമ്മളോട് പറഞ്ഞത് ആവറേജ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഇതിന്റെ കട്ട് ഓഫ് മാർക്കൊക്കെ പ്രതീക്ഷിക്കും. കാരണം ഒരു 60-65 ഓൾമോസ്റ്റ് സ്റ്റുഡൻസും ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. ടൈം കിട്ടിയില്ല, കുറച്ചുകൂടി ടൈം കിട്ടിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെ ആയിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ എക്സാം കഴിഞ്ഞു. അപ്പം നന്നായിട്ട് എഴുതിയവരുണ്ടാവും, കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പം നിങ്ങൾ ഈ ഒരു എക്സാം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കാതെ നിങ്ങളുടെ മുന്നിലുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പം നിങ്ങളുടെ മുന്നിലുള്ള അടുത്ത അവസരങ്ങൾ നിങ്ങൾ അറിയണം. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാമിനായിട്ട് പഠിച്ചവർക്ക് മുന്നിലുള്ള അടുത്ത 2 PSC എക്സാംസ് ആണ് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെയും അതേപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. ഇപ്പോൾ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ്. അതേപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എക്സാം ഡേറ്റ് വന്നിട്ടില്ല. സെപ്റ്റംബർ ഒക്ടോബർ സ്ലോട്ടിലാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുക. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ സിലബസും ഒക്കെ ഇതുമായിട്ട് ഏറെക്കുറെ സിമിലർ ആണ്. കുറച്ചുകൂടി ചിലപ്പോൾ ചില പോയിന്റ്സ് ഒക്കെ ആഡ് ആയിട്ടുണ്ടാവാം, ചിലപ്പോൾ ചില പോയിന്റ്സ് ഒക്കെ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ സിലബസുകൾ തമ്മിൽ കാണത്തുള്ളൂ. ഇലക്ട്രോണിക്സിന്റെ എക്സാംസ് ആകുമ്പോൾ ഓവറോൾ എന്തായാലും സിലബസിനൊക്കെ ഒരു 70% സാമ്യതകൾ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുക. നിങ്ങളുടെ മുന്നിലുള്ള ഈ 2 എക്സാംസ് ഇപ്പോൾ ഉടൻ വരാൻ പോകുന്ന 2 എക്സാംസ് ആണ് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സും അതേപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതി എക്സ്പീരിയൻസ് ആയി. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക്
കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വെച്ച് ഈ രണ്ട് എക്സാംസിനായിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് റെയിൽവേ ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ALPയുടെ എക്സാം 2025 എക്സാമും ഉടൻ വരുന്നതായി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ രണ്ട് എക്സാംസും റെയിൽവേയുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ മുന്നിലുണ്ട്. അതേപോലെ മറ്റനേക അവസരങ്ങളും പുറകിന് ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇവിടം കൊണ്ട് നിർത്താതെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കും. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സിന്റെ കോഴ്സിന് അപ് ടു 50% വരെ ഓഫിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മുടെ അലൂമിനി സ്റ്റുഡൻസിനുള്ള പ്രത്യേകം ഓഫറുകളും ഈ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിനും അതേപോലെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സിന്റെ കോഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇപ്പോൾ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സിന്റെ എക്സാം എന്ന് പറയുന്നത് അടുത്ത മാസമാണ്. അടുത്ത ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മളുടെ സ്പീഡും അതേപോലെ നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് പരിചയപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് ഒരു ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4200-ലധികം ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും അടങ്ങുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണിത്. അതിൻ്റെ കൂടെ തന്നെ 15-ലധികം മോഡൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും അതേപോലെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഇത് ഉപകാരപ്പെടുമെന്നത് ഉറപ്പാണ്. അപ്പം നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങളുടെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.